നമസ്കാരം. പേപ്പർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാതൃഭൂമി ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് വെട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മാപ്പ് മഹാത്മാവേ മാപ്പ് എന്നാണ് മാതൃഭൂമി തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. മഹാത്മാ ഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പുതിയ പേര്. ഘടനാമാറ്റം പദ്ധതിയുടെ ലക്ഷ്യം ഇല്ലാതാക്കിയേക്കുമെന്ന ആശങ്കയും മാതൃഭൂമി പങ്കുവെക്കുന്നുണ്ട്. പേരുമാറ്റം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ പദ്ധതികളുടെ പേരുമാറ്റം ഒരു തുടർക്കഥയായി മാറുന്നു. ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്നുമാക്കുന്നു. രാജീവ് ആവാസ് യോജനയുടെ പേര് സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്ന് മാറ്റുന്നു. അങ്ങനെ നിരവധിയായ പദ്ധതികളുടെ പേരുമാറ്റം അതിന്റെ തുടർക്കഥയായിട്ടാണ് ഇപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗോഡ്സെ വെടിയുതിർത്ത് ഈ ലോകത്തുനിന്നും പറഞ്ഞയച്ച ഗാന്ധിജിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ആളുകളെ അവരുടെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും മാറ്റാൻ 2005 കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയുടെ പേര് മാറ്റി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗാന്ധിജിയെ വെട്ടിമാറ്റാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഈ പേരുമാറ്റമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇനിയിപ്പോ മലയാള മനോരമയിൽ നോക്കുമ്പോൾ മെയിൻ ലീഡ് വാർത്തയല്ല ഇത്, എന്നാലും ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കി പുതിയ നിയമം, സംസ്ഥാനങ്ങൾക്കും വേതന ഭാരം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടി, വേതനത്തിന്റെ 40% ഇനി സംസ്ഥാനം വഹിക്കണം. പിന്നെ ചെറിയൊരു കോളമായിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് വെട്ടേറ്റ് ആ പേരിനും. പിന്നീട് ഏറെ ശ്രദ്ധയായിട്ട് എനിക്ക് തോന്നിയത് കുഞ്ചുകുറുപ്പിൽ കൊടുത്തിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ വെട്ടി, MG റോഡിലൂടെ നടക്കാൻ അനുവാദം വേണ്ടി വരുമോ എന്നുള്ള രീതിക്ക്. കാര്യം എല്ലായിടത്തുനിന്നും ഗാന്ധിയെ വെട്ടിമാറ്റുക എന്നുള്ള തലത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു. ഇതേ വാർത്ത തന്നെ ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പിന് മരണമണി, പുതിയ ബില്ലുമായി കേന്ദ്രം, മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടി, സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്രം ഒഴിയുന്നു, സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യത, 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ശമ്പള കമ്മീഷന് പകരം കമ്മിറ്റി വരുന്നു, ശമ്പള വർധന. പരിഷ്കരണം പ്രാബല്യത്തിലാകേണ്ടിയിരുന്നത് 2024 ജൂലൈ മുതൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ നടപടി വേഗത്തിലാകും. കാര്യം നമുക്കറിയാം, LDF പ്രതീക്ഷിച്ച കണക്കൊരു വിജയം ഉണ്ടായില്ല. വലിയൊരു തോൽവി വന്നപ്പോൾ അവര് ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വളരെ പെട്ടെന്നുള്ള ശമ്പള വർധനവ് നടത്താൻ പോകുന്നത്. ആ വാർത്ത മാതൃഭൂമിയിലുണ്ടോ? തീർച്ചയായും മാതൃഭൂമി അത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. മാതൃഭൂമിയിൽ ഒന്നാം പേജിലും ആ വാർത്തയില്ല, ഉൾപേജുകളിലൊന്നും നമുക്ക് ഈ വാർത്ത കാണാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPI ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്ന് CPI നേതൃത്വം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്നും CPIയുടെ യോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്ത മലയാള മനോരമയുടെ ആദ്യ പേജിലില്ലെങ്കിലും ദേശാഭിമാനിയിലുണ്ട്. തുടർ ഭരണത്തിന് കരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് MV ഗോവിന്ദന്റെ ചിത്രത്തോടു കൂടിയ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. തിരിച്ചടിയുടെ കാരണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്തും. ഇപ്പോഴും സ്വാഭാവികമായും ദേശാഭിമാനിയാണല്ലോ, തുടർ ഭരണത്തിന് കരുത്തുണ്ടെന്നല്ലേ കൊടുക്കാനാകൂ അവർക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല ബാധിച്ചോ എന്ന് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. അതായത് 7-ാം പേജിൽ, മാതൃഭൂമിയുടെ 7-ാം പേജിൽ വാർത്തയും വീക്ഷണം എന്ന പേജിലാണ് ഇടതുപക്ഷത്തെ ഇരുപക്ഷം, അതായത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു, ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് CPI വിലയിരുത്തുമ്പോൾ ബാധിച്ചെങ്കിൽ അത് നേട്ടമുണ്ടാക്കേണ്ടത് BJP അല്ല എന്ന ചോദ്യമാണ് CPM നേതൃത്വം ഉന്നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തെ ഭിന്നാഭിപ്രായം. അത് ബാധിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. LDF അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ലെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനറും പേരാമ്പ്ര MLAയും CPMന്റെ MLAയുമായ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ശബരിമല ബാധിച്ചുവെന്ന് പറയാനാകില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ബിനോയ് വിശ്വം പറഞ്ഞത് എന്തായാലും CPMന്റെ അഭിപ്രായം താൻ പറയുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഗോവിന്ദന്റെ തിരുത്തൽ എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനോരമയില് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. CPM CPI തദ്ദേശ തോൽവിയിൽ 2 പക്ഷം, ഇടഞ്ഞു പക്ഷം. നമുക്കറിയാം CPMനും CPIക്കും 2 അഭിപ്രായമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI പറയുമ്പോൾ CPM പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. CPI CPMനെ വിമർശിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ അടുത്തിടയ്ക്ക് പല വിഷയങ്ങളിലും ഈ ഒരു തർക്കം, CPM CPI തർക്കം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളൊക്കെ കേരളം കണ്ടതാണ്. ഇനി മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് മഹാത്മാജിയെ പിന്നെയും കൊല്ലുന്ന രാഷ്ട്രീയം,
തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മറുപടി അക്രമമല്ല. അതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പ്രതിമ പോലും തകർക്കുന്ന രീതിയിലേക്ക് പരാജയം സംഭവിച്ചതിന്റെ പേരില് മഹാത്മാഗാന്ധിയുടെ പ്രതിമ നശിപ്പിക്കുന്നത് കണ്ടു. അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിന്റെ എഡിറ്റോറിയലിൽ ഗാന്ധിജിയെ ഭയക്കുന്നവർ. ഗാന്ധിജി വണക്കം ആവശ്യപ്പെട്ടിരുന്നില്ല, അവ ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തിന് മുൻപിൽ ഒഴുകിയെത്തിയെന്ന് പറഞ്ഞ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിജി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. വിൻസ്റ്റൺ ചർച്ചിലിന് ഗാന്ധിജി ഫക്കീറായിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ കണ്ണിൽ വെറും ഹിന്ദു നേതാവ്. BR അംബേദ്കർ ഗാന്ധിജിയെ കണ്ടത് ചെറിയ മനസ്സുടമയായിട്ടാണ്. ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഗാന്ധിജിയെ വൈശ്യൻ എന്നു കണ്ട് അകലത്തിരുത്തി. ഗാന്ധിജിയെ മഹാത്മാവെന്ന് വിശേഷിപ്പിച്ച മഹാകവി ടാഗോർ പോലും അദ്ദേഹത്തിന്റെ ദേശീയ സങ്കല്പത്തെയും സാമ്പത്തിക ദർശനങ്ങളെയും വിമർശിച്ചിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി എന്നവണ്ണം ഗാന്ധിജി ഒരിക്കൽ യങ് ഇന്ത്യയിൽ എഴുതി, ഞാൻ പുത്തൻ സാധ്യതകളുടെ പ്രതിനിധിയല്ല, എൻ്റെ അറിവിനൊത്ത വിധം സത്യം അനുസരിക്കാനും അതിനെ പ്രതിദാനം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിസ്സങ്കോചിത അദ്ദേഹത്തിന് അന്യതയായിരുന്നു. എതിർപ്പുകളെ അദ്ദേഹം ഭയപ്പെട്ടില്ല, അവഗണിച്ചതുമില്ല, എതിർത്തവരെയൊന്നും അനാദരിച്ചതുമില്ല. പക്ഷേ ലോകരിൽ ഭൂരിഭാഗവും അദ്ദേഹത്തെ ആദരിച്ചു, ആരാധിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് എഴുതുന്നു, ഈ അദൃശ്യത്വം അലിവ് പോലെ തന്നെ ഗാന്ധിജിയിൽ നിസർഗസിദ്ധമായിരുന്നു. അതായത് ഗാന്ധിജിയെ ഭയക്കുന്നവർ എന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഗാന്ധി പ്രതിമ കണ്ണൂർ രാമന്തളിയിൽ തകർത്തതുമായി ബന്ധപ്പെട്ടെല്ലാമാണ് മാതൃഭൂമിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ അവർ എഴുതിയിരിക്കുന്നത്. ഇനി മലയാള മനോരമയിൽ അവർ ലീഡ് ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് IFFK 19 സിനിമകൾക്ക് കേന്ദ്ര വിലക്ക്, കണ്ണുകെട്ടി കണ്ടോളൂ. വിലക്കിയതിൽ 3 പാലസ്തീൻ ചിത്രങ്ങളും. മാംസവുമായി ബന്ധമില്ലെങ്കിലും ബീഫ് എന്ന സിനിമയും വിലക്കി. നമുക്കറിയാം ഇതിനു മുമ്പും പല തവണ കേന്ദ്ര സർക്കാർ പല സിനിമകളുടെ മേലിലും ഇതുപോലെ ഒരു കേന്ദ്ര സർക്കാർ പലതിനും അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പല ചിത്രങ്ങൾക്കും. ഇപ്പോൾ IFFKക്കും 19 സിനിമകൾക്ക് കേന്ദ്ര വിലക്ക് വന്നിട്ടുണ്ട്. മാതൃഭൂമി വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എഴുതിയിരിക്കുന്നു. ചലച്ചിത്രോത്സവത്തിലും കേന്ദ്രത്തിന്റെ വെട്ടെന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പലസ്തീനിൽ നിന്നുള്ള ചിത്രങ്ങളടക്കം 19 സിനിമകൾക്ക് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചതോടെ പ്രതിസന്ധിയിലായി കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്നാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. മേളയിലെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ച പലസ്തീൻ 36 വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ 2017 മേളയിൽ സുവർണ ചകോരം നേടിയ വാജിബ്, 1925 പുറത്തിറങ്ങിയ വിഖ്യാത ചിത്രം ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ, ഫെർണാണ്ടോ സൊളാനസിന്റെ ദി അവർ ഓഫ് ദി ഫർണസ 1968 എന്നിവയ്ക്കൊന്നും പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല. ബീഫ് എന്ന സ്പാനിഷ് ചിത്രത്തിന് അനുമതി നിശ്ചയിച്ചത് പേര് മാത്രം കണ്ടിട്ടാണെന്നും ആക്ഷേപം വന്നിട്ടുണ്ട്. ഈ വാർത്ത മാതൃഭൂമി ഏറെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പിന്നെ മനോരമയുടെ 6ാമത്തെ പേജില് പോറ്റിയെ കേറ്റിയെ പാർലമെന്റിന് മുന്നിൽ ആലപിച്ച് MP മാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശീയ തലത്തിൽ ആ വിഷയത്തെ സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന തലത്തിലേക്ക് UDF ഇന്നലെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ UDF MP മാർ പ്രതിഷേധിച്ചു. പിന്നീട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കണമെന്ന്. VC നിയമന അധികാരി ചാൻസലർ ആണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയോട് നിലപാട് കടുപ്പിച്ച് ഗവർണർ. അത് മാതൃഭൂമി വാർത്ത 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. സർവകലാശാല VC നിയമനം ഫോർമൽ ഒരുങ്ങുന്നു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനം സുപ്രീം കോടതി ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിനുള്ള അവസാന സാധ്യത തേടുന്നു. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും ഒരേ പേരുകളിലേക്ക് എത്താത്തതിനാലാണ് സുപ്രീം കോടതി നിയമനം ഏറ്റെടുക്കുന്ന സ്ഥിതിയായത്. വ്യാഴാഴ്ച കേസ് സുപ്രീം കോടതിയിൽ വരും മുമ്പ് ഗവർണറും സർക്കാർ യോജിപ്പിലെത്താൻ കഴിയുമെന്ന് നോക്കുന്നുണ്ടെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാതൃഭൂമി ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ നൽകുന്നു. മറ്റൊരു വിശദമായ വാർത്ത മാതൃഭൂമിയിലുള്ളത് SIR-മായി ബന്ധപ്പെട്ട് 25 ലക്ഷം വോട്ടർമാർ പുറത്തേക്ക്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിന്നും 25 ലക്ഷം പേർ പുറത്തേക്ക്. ഇവരെ ഒഴിവാക്കുന്നതിന്റെ കാരണം തേടിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് 12-ാം പേജിൽ മാതൃഭൂമി വിശദമായി ഇതേ വാർത്ത മലയാള മനോരമയുടെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. SIR ഫോം വിതരണം ഒഴിവാക്കപ്പെട്ടു, 25 ലക്ഷം പേർ, പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടൈറ്റിലും ചെറിയ 2 കോളം വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ട് പേജിലാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. പിന്നീട് മലയാള മനോരമയുടെ 9-ാമത്തെ പേജില് പ്രതിപക്ഷ നേതാവിനൊപ്പം CMS കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പമുള്ള ചിത്രത്തില് ചിരിപക്ഷ നേതാവ് എന്ന് കൊടുത്തിട്ട് VD സതീശനും കുട്ടികളും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നീട് രാഷ്ട്രീയ പോരിന് തെറി തെളിഞ്ഞു. അരിവാള് കൊണ്ട് ചില പരിപാടി അറിയാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം. മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും രാഷ്ട്രീയ നാവുകൾ അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പലതരത്തിൽ നമ്മൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അക്രമം അഴിച്ചുവിടുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടും
വാഗ്വാദങ്ങളും പോരുകളും തീരുന്നില്ല കേരളത്തില്. അത് സ്പോർട്സ് പേജുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. IPL-ലെ താരലേലം ഇന്ന് അബുദാബിയിൽ നടക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിനി ലേലത്തിന് ടീമുകൾ ഒരുങ്ങി. 10 ഫ്രാഞ്ചൈസി ടീമുകളാണ് മികച്ച താരങ്ങളിൽ ലക്ഷ്യമിട്ടെത്തുന്നത്. അബുദാബിയിലെ ഇത്തിഹാദ് അരീനയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതലാണ് ലേലം ആരംഭിക്കുന്നത്. ലേലം സ്റ്റാർ സ്പോർട്സ് തത്സമയ സംപ്രേഷണമുണ്ട്. 77 ഒഴിവുകളിലേക്ക് 359 താരങ്ങളാണുള്ളത്. ടീമുകളുടെ ലേലത്തുകയുമുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ലക്നോ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, രാജസ്ഥാൻ റോയൽസ്, ഗുജറാത്ത് ടൈറ്റൻസ്, പഞ്ചാബ് കിങ്സ്, മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയ 10 ടീമുകളാണ് കോടികൾ ഇറക്കിക്കൊണ്ട് ടീമുകൾക്ക് തങ്ങളുടെ താരങ്ങളെ സ്വന്തമാക്കാൻ ഇറങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാം, മലയാളി ലേലത്തിൽ മറുനാടൻ മലയാളികളടക്കം 13 താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നതെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള കുട്ടി ക്രിക്കറ്റിന്റെ രൂപമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശത്തോടുകൂടി കാണികൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന IPL-ന്റെ ലേലം ഇന്ന് അബുദാബിയിൽ നടക്കുന്നെന്ന് സ്പോർട്സ് പേജിൽ വലിയ വാർത്തയായിട്ട് മനോരമയിൽ അതിന്റെ തലക്കെട്ട് ഒരു താരം, 2 താരം, 3 താരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദമായ ഒരു വാർത്ത മനോരമയും കൊടുത്തിട്ടുണ്ട്.